ഹലോ ഗായ്സ്, എന്താണ് പരിപാടി? ഇന്ന് നമ്മളല്ലേ ഒരു ഒരു ലോങ് ട്രിപ്പാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മളല്ലേ ഇന്നൊരു സർപ്രൈസ് ട്രിപ്പാണ്. എൻ്റെ വൈഫൊക്കെ ഇവിടെ UK വിസിറ്റ് ചെയ്യുകയാണേ. അപ്പം ഞാനൊരു പെട്ടെന്നൊരു പ്ലാൻ ചെയ്താ ഒന്ന് UK വരെ പോയിട്ട് അവരെ ഇങ്ങോട്ട് തിരിച്ച് കൊണ്ടുവരാനും അതിനൊക്കെ ആയിട്ട്. അപ്പം ഞാൻ എയർ കാനഡയ്ക്കാണ് ചെയ്തേക്കുന്നത്. എയർ കാനഡേൻ്റെ നമുക്ക് ചെക്കിനാണ്, നമുക്ക് നോക്കാം എവിടെയാണ് അല്ലേ. ഇന്ന് ഞാൻ ബിസിനസ് ക്ലാസ്സാണ് എടുത്തത്, അതുകൊണ്ട് ഈ ഒരു ചെക്കിൻ ലൈനൊക്കെ ഇന്ന് കുറച്ചൊക്കെ ഷോർട്ടറായിരിക്കും. ഹായ് ഗൈസ്, ഇതല്ലേ ഞാനിപ്പം ചെക്കിൻ ചെയ്തു. ചെക്കിൻ എന്ന് പറഞ്ഞാൽ ചെക്കിൻ ചെയ്യാൻ ബാഗൊന്നും ഇല്ലായിരുന്നേ. ഇതിപ്പം നമ്മൾ ഫ്ലൈ ചെയ്യാൻ പോകുന്ന എയർലൈൻസ് എയർ കാനഡയാണ്. അപ്പം നമുക്ക് 2 ഫ്ലൈറ്റാണ്. മാഞ്ചസ്റ്ററിലോടെയാണ് ട്രാവൽ ചെയ്യുന്നത്. UK, മാഞ്ചസ്റ്റർ ഫേമസ് ആണല്ലോ. മാഞ്ചസ്റ്റർ യുണൈറ്റഡും അതെല്ലാം ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പോൾ ഇത് ഒരു TSA പ്രീ ചെക്ക് എന്ന് പറയും. ഇപ്പം ഞാൻ സെക്യൂരിറ്റി ക്ലിയറൻസാണ്. അപ്പോൾ നമുക്ക് ഇപ്പം എനിക്ക് അല്ലാണ്ട് വലിയ അത്യാവശ്യം ലൈൻ ഉണ്ട് കേട്ടോ റെഗുലർ ചെക്കിന്. അപ്പം ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കണ്ട അവിടെ കണ്ട ഭയങ്കര ലൈനാണ്. ഇതിൽ തീരെ ലൈൻ ഉണ്ടാവില്ല നമുക്ക്. ഇത് ഭയങ്കര ഇതാണ് അവർ കുറച്ചുകൂടി ഒരു സെക്യൂരിറ്റി ക്ലിയറൻസ്. ഇന്ത്യയിലൊരു ഇപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് അങ്ങനത്തെ എന്തൊരു പരിപാടിയില്ലേ, അപ്പം സിമിലർ ആണത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിപ്പം ഞാൻ ഇത് കഴിഞ്ഞു, സെക്യൂരിറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ലോഞ്ചിലോട്ട് പോവാണ്. ഇവിടെയാണ് അല്ലേ മേപ്പിൾ ലീഫ് ലോഞ്ച് എന്ന് പറഞ്ഞല്ലേ. എയർ കാനഡേൻ്റെ മേപ്പിൾ അവരുടെ സൈനാണ് മേപ്പിൾ ലീഫ്. ഇതിപ്പോൾ ഇവിടെ എനിക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ടൈമൊക്കെയാണ്, അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടോ. പുറത്തൊരു നല്ലൊരു പാറ്റിയോ ആക്സ് ഉണ്ട്, ബനാന ക്രീം പൈ ഒക്കെ ഉണ്ട് അല്ലേ. ഇവിടെ ഒരു ആക്സസ് ബാറൊക്കെ ഉണ്ട്. ഇതൊരു അടിപൊളി കേട്ടോ, നല്ലൊരു പ്രീമിയം ലോഞ്ചാണ്. വാവ്, ഇവിടെ നമുക്കൊരു SFOൻ്റെ സൈനൊക്കെ ഉണ്ട്. ഇത് വേറെ ഡിഫറെൻ്റ് ഒരു എക്സ്പീരിയൻസ് ആട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമിലാണ് ഈ ലോഞ്ചിൽ വരുന്നത്. ഞാൻ ഇവിടുത്തെ വേറെ കുറച്ച് ലോഞ്ചസിൽ വന്നിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഫസ്റ്റ് ടൈമാണ്. ഞാൻ എയർ കാനഡയിൽ ആദ്യമായിട്ടാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ. ഇതൊരു ഭയങ്കര ഒരു ഡിഫറെൻ്റ് ഒരു എക്സ്പീരിയൻസ് ആട്ടോ. ഇവിടുന്ന് ടേക്ക് ഓഫും എന്നാ കിടലം വ്യൂ അല്ലേ. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആണ് ഇപ്പം യുണൈറ്റഡിൻ്റെ അല്ലേ. എത്ര ക്ലിയർ ആണെന്ന് അറിയില്ല. ഒരു ടേക്ക് ഓഫും പോവാണ്, അവിടെ നിന്നൊരു ലാൻഡിങ് ഉണ്ട്, 2 ലാൻഡിങ് വരുന്നുണ്ട്. ഈ SFOൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് 2 ലാൻഡിങ് ഒക്കെ വരാം, ഒരേ ടൈമിൽ 2. പിന്നെ അവിടെ ഒരു ടേക്ക് ഓഫ് നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് സിംഗപ്പൂർ എയർലൈൻസ് ആണെന്ന് തോന്നുന്നത്. കാണുന്നത് അങ്ങ് കണ്ടല്ലേ, അങ്ങൊരു സിംഗപ്പൂർ എയർലൈൻസ് ആണെന്ന് തോന്നുന്നത്. സിംഗപ്പൂറാന്ന് തോന്നുന്നത്. അവിടെ ഒരു ലാൻഡ് വരുന്നുണ്ട്. എനിക്കൊന്ന് സൗത്ത് വെസ്റ്റിൻ്റെ ഒരു ഫ്ലൈറ്റ് ഇപ്പോൾ ലാൻഡ് ചെയ്തു. ഇതൊരു ഭയങ്കര എയർപോർട്ടാട്ടോ ശരിക്കും പറഞ്ഞാൽ. കണ്ടില്ല, ആ ഫ്ലൈറ്റ് പോകുന്നുണ്ടോ സിംഗപ്പൂറിൻ്റെ ഇവിടെ കുറേ എണ്ണം ഉണ്ട് കേട്ടോ. 2-3 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു ഒരു ദിവസം. അവിടെ ഒരെണ്ണം ലാൻഡ് ചെയ്തു. ആ ലാൻഡ് ചെയ്തത് സൗത്ത് വെസ്റ്റ് അല്ല കേട്ടോ, അത് KLM ആണ്. അത് നെതർലൻഡ്സിൽ നിന്ന് വരുന്ന എയർപോർട്ടാണേ, അല്ല എയറോപ്ലെയിനാണ് വന്നത്. പിന്നെ വേറെ ഒരെണ്ണം ഇപ്പോൾ ലാൻഡ് ചെയ്യുന്നുണ്ട്. ഭയങ്കര കിടലൻ വ്യൂ അല്ലേ. ഇതാണ് ഇവിടുത്തെ ഒരു ടവർ, ഫ്ലൈറ്റ് കൺട്രോളറിൻ്റെ ഇരിക്കുന്ന സ്ഥലമാണ്. ഇവിടുന്ന് മൊത്തം കൺട്രോൾ ചെയ്യുന്നത് ഇതിൻ്റെ മുകളിലാണ്. ഇവിടെ വേണമെങ്കിൽ ഇരിക്കാം, പക്ഷെ ഭയങ്കര ചൂടാണ് ഇന്നൊരു. ഇവിടെ ഒരു 10-30 ഡിഗ്രീന് അടുത്തുണ്ട്. അപ്പം ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടിരിക്കുന്നത്. ഞാൻ മെല്ലെ ഉള്ളിലോട്ട് പോവാണ്. അവിടെ വന്നിട്ട് വല്ലതും കഴിക്കാൻ കിട്ടുമോ നോക്കാം. ഇതല്ലേ, ഞാനിപ്പോൾ ഒരു കോഫി അടിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. ഇവിടെ ഇപ്പോൾ ഇവർ എന്ത് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കി തരാം കേട്ടോ, കോക്ടെയിൽസോ
കോഫിയോ എന്നാന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മതി. ഇപ്പം എന്ത് മണി അറിയാം. താങ്ക് യു. ഓ ഈ ടോസിലാ ഓക്കെ. താങ്ക് യു. വാവ്, അടിപൊളി കോഫി കേട്ടോ. ഇതൊക്കെ കാണാലോ. ഗായ്സ് ഇതല്ലേ ഒരു കോഫി അടിക്കാൻ വിചാരിച്ച് കോഫിയൊക്കെ കിട്ടി. ഇതല്ലേ കോഫി നല്ല അടിപൊളിയായിട്ട് അവർ ഉണ്ടാക്കിയെന്ന് കേട്ടോ. നമ്മളൊക്കെ സാധനം ഈ മെഷീനിലൊക്കെ വെച്ചുണ്ടാക്കുമ്പം ആ ഒരു എഫക്റ്റ് ഒന്നും സാധനം കിട്ടാറില്ല. ഇതെന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ എല്ലാം ചോദിച്ചു, ഇപ്പം എന്താണ് ഷുഗർ വേണം, എന്ത് ടൈപ്പ് കോഫിയാണ്, ഇപ്പം ഡികാഫ് ആണോ, എന്താണ് റെഗുലർ ആണോ, അതെല്ലാം എൻഷുർ ചെയ്തിട്ട് അവർ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. വാവ്, അല്ല ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഗായ്സ് ഇത് ഞാനിപ്പം നമ്മുടെ ഇതിലോട്ട് പോവാണ്. എന്താണ് നമ്മുടെ ബോർഡിങ് ഗേറ്റിലോട്ട് പോവാണ്. അപ്പം മറ്റേ ലോഞ്ചാണ് നാളെ. കുറച്ച് ആൾക്കാരൊക്കെ കൂടെ വരുന്നുണ്ട്. കൂടുതൽ എനിക്ക് തോന്നുന്ന കനേഡിയൻസ് ഒക്കെ ആയിരിക്കും. കാരണം കാനഡയിലോട്ട് ഇവിടുന്ന് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ. നമ്മൾ പിന്നെ കണക്ഷൻ ആണല്ലോ. ഇവിടെ നല്ല റിവ്യൂ ആണ് കേട്ടോ എയർപോർട്ടിൻ്റെ. കാത്തെ പസഫിക്കിൻ്റെ ഒരു ഫ്ലൈറ്റൊക്കെ പോകുന്നുണ്ടോ. ഗൈസ് ഇതല്ലേ നമ്മളിപ്പം നമ്മുടെ ബോർഡിംഗ് ഗേറ്റിലോട്ട് പോവാണ്. ബോർഡിംഗ് ഗേറ്റ് എന്ന് പറയുന്നത് D ആണ്, D1. നമ്മൾ ആ ലോഞ്ചിൽ നിന്ന് ഇറങ്ങി ഇതൊന്നും വരെ സാൻ ഫ്രാൻസിസ്കോ നേരത്തെ നമ്മൾ വന്ന വഴിയാണ്. മറ്റേ നമ്മുടെ സെക്യൂരിറ്റി ചെക്കൊക്കെ വലിയ തിരക്കില്ല കേട്ടോ ഈ സമയത്ത്. എനിക്കൊന്ന് നോർമൽ ഇതും വലിയ തിരക്കുണ്ടാവില്ല. എന്നാലും നമ്മൾ ഭയങ്കര ടൈം സേവ് ചെയ്തു. ഇതിപ്പോൾ ലോഞ്ച് ഞാൻ ഭയങ്കരമായിട്ട് ശരിക്കും യൂസ് ചെയ്തില്ല കേട്ടോ. കാരണം ഞാൻ ഇതല്ല, ഇത് വേറെ ലോഞ്ച് അല്ലേ. ഇത് അമെക്സിൻ്റെ ഒരു ലോഞ്ചാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളിപ്പം പോയ ലോഞ്ച് കുറച്ചും കൂടി ഒരു കിടൽ ലോഞ്ചാണേ. എന്ന് വെച്ചാൽ ഒരു ഉള്ളി ബിസിനസ് ക്ലാസ് ലോഞ്ചാണേ. കാരണം ഇങ്ങനത്തെ ചില വേറെ ലോഞ്ചുകൾ കാർഡ് ബേസ്ഡ് ലോഞ്ച് ഉണ്ട്. ഇപ്പം നമ്മൾ അമെക്സ് കാർഡ് ഉണ്ടെങ്കിൽ, കാരണം അമെക്സ് കാർഡ് കിട്ടാൻ എക്സ്പെൻസീവ് ആണ്, പക്ഷെ നമ്മൾ മറ്റേതിനെക്കാളും അത്രയും റെയർ അല്ല. മനസ്സിലായില്ലേ? അമെക്സ് കാർഡും ഇപ്പം എൻ്റെ അടുത്തൊരു എന്താണ് ഒരു കാർഡുണ്ട്, ഒരു പ്രയോറിറ്റി പാസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കുറച്ച് ലോഞ്ചിന് ആക്സസ് കിട്ടുമേ. പക്ഷേ നമ്മുടെ ഈ എയർലൈൻ ലോഞ്ചുകൾ കുറച്ചുകൂടെ നല്ലതാണെന്ന് ഞാൻ കേട്ടുള്ളൂ. ഞാൻ പിന്നെ അധികം ഇങ്ങനെ ട്രാവൽ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അധികം അറിയില്ല. എന്നാലും പൊതുവേ ഇപ്പം കണ്ടെടുത്തോളേ ഇതിപ്പം D1 എന്ന് പറയുന്നത് കുറച്ചുകൂടെ അങ്ങോട്ട് പോകണം അല്ലേ. ഇതിപ്പം സാൻ ഫ്രാൻസിസ്കോൻ്റെ ടെർമിനൽ 2 ആണ്. ഈ ഒരു റെസ്റ്റോറൻറ്റ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രയോറിറ്റി പാസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെന്ന്. അപ്പോൾ അത് വെച്ച് ഇവിടെ നമുക്ക് ടെക്നിക്കലി ഫ്രീ ആയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. അതൊക്കെ നമ്മൾ എല്ലാം കൂടി യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് പല പല ഓപ്ഷൻസ് അല്ലേ. അപ്പോൾ ഇതാണ് സാൻ ഫ്രാൻസിസ്കോ. ഇതൊരു സർക്കിൾ പോലെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു സർക്കിളിലോട്ട് പോവാണ്. ഇവിടെ ഫുൾ ഗേറ്റ്സ്. വയറ് ശരിക്കും ഫുള്ളാണ്. കാരണം ഞാൻ ഓഫീസിൽ കയറി രാവിലെ, കാരണം ഇന്ന് ഞാൻ ടെക്നിക്കലി വർക്കിംഗ് ആണ്. ഇതാണ് നമ്മുടെ ഗേറ്റ് D1. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം നമ്മുടെ ലൈൻ ആയോന്ന്. ഗൈസ് ഇത് കണ്ടോ, ഇവിടുത്തെ തിരക്ക് കണ്ടോ. ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ എത്ര ആൾക്കാരാണ്. ഇപ്പം നമ്മളൊക്കെ വിചാരിക്കും ശരിക്കും പറഞ്ഞാലേ നമ്മൾ ഇന്ത്യയിൽ മാത്രമേ ഭയങ്കര ക്രൗഡ് ഉണ്ടെന്ന്. പക്ഷേ ഇപ്പം US ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് തിരക്കാണ്, ഭയങ്കര ഡെൻസിറ്റി ഉണ്ട്. ശരിക്കും പറഞ്ഞാലേ നമ്മളിങ്ങനത്തെ ഈ ക്രൗഡഡ് സ്പോട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇത് വേറൊരു ഗേറ്റാണ്. ഞാനിപ്പോൾ അവിടെ അത് ബോർഡിങ് ആയിട്ടില്ല, ഇപ്പം ഫ്ലൈറ്റ് വന്നേ ഉള്ളേ. അപ്പം ഞാൻ ഈ ഒരു ഗേറ്റൊക്കെ ഇത് കണ്ടില്ലേ, സൗത്ത് വെസ്റ്റ് എയർലൈൻസിൻ്റെ ഒരു ഗേറ്റാണിത്. അപ്പോൾ സൗത്ത് വെസ്റ്റ് എയർലൈൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇങ്ങനെ നമ്പർ അസൈൻ ചെയ്യും. അപ്പോൾ ഇത് ഫീനിക്സ് അല്ലോ ഡെൻവറിലോട്ടുള്ളൊരു ഫ്ലൈറ്റാണ് ഇവിടെ. കണ്ടില്ലേ, ബോർഡിങ് സ്റ്റാർട്ട്സ് അറ്റ് 12:50. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇവർ പൊസിഷൻ തരും, എന്നിട്ട് നമ്മളിവിടെ ഇങ്ങനെ ലൈനിൽ വെയിറ്റ് ചെയ്യണം. ആൾക്കാർ കുറച്ചുകൂടെ ഒരു ഓർഡറാണ്. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആൾക്കാർ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി അങ്ങോട്ടൊക്കെ നിൽക്കുവേ. ഇവർക്ക് ക്ലാസ് എല്ലാം സെയിമാണ്. ഈ എക്കോണമി ക്ലാസ്സേ ഉള്ളൂ സൗത്ത് വെസ്റ്റിന്, ബിസിനസ് ക്ലാസ്സോ അങ്ങനെയൊന്നുമില്ല. അപ്പം ഇഷ്ടമുള്ള സീറ്റിലിരിക്കാം. പക്ഷെ അവരത് ചേഞ്ച് ചെയ്യാൻ പോവുക അടുത്ത സെപ്റ്റംബറോ അങ്ങനെ ആകുമ്പോഴത്തേന് അത് ചേഞ്ച് ചെയ്യുക, എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഗേറ്റ്, അപ്പുറത്താണ് D1. അപ്പം കുറച്ചൊന്ന് പോസ്റ്റായി പോയി. ഫ്ലൈറ്റ് കുറച്ചുകൂടെ ആ ലോഞ്ചിൽ സ്പെൻഡ് ചെയ്യാമെന്ന് ശരിക്കും പറഞ്ഞാൽ. ഞാൻ വിചാരിച്ചു ഇനിയിപ്പം കുറച്ച് ടൈറ്റ് ആവുമെന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങിയാണേ. ഇത് നമ്മളിപ്പം ബോർഡ് ചെയ്യാൻ പോവാണ്. അതാണ് നമ്മുടെ ഫ്ലൈറ്റ് എന്ന് തോന്നുന്നത്, D1. അത് തന്നെ ചെറിയൊരു ഫ്ലൈറ്റാണ്.
We're now inviting passengers in zone 2, 1 and 2 for Air Canada Flight 740 non-stop service to ഇത് നമ്മൾ Toronto സോൺ and 1ലാണ് Finland. കയറിയത്. Once സോൺ again, 1 please ആകുമ്പം have your passport open in pretty the much feature page along with your boarding pass ഫ്ലൈറ്റ് and എംപ്റ്റി date ആയിരിക്കും. for expedite boarding process. Once again, zone 1 ചൂടെടുത്തിട്ട് and 2 വയ്യ. for your കാരണം എന്ന് വെച്ചാൽ flight. ഞാൻ ഈ ജാക്കറ്റൊക്കെ UK-ൽ ഭയങ്കര തണുപ്പല്ലേ. അപ്പോൾ അതൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാൻ ഹെവി അത്ര ഹെവി അല്ല, എന്നാലും ഒരു മീഡിയം ജാക്കറ്റാ. പിന്നെ നമ്മളൊന്നാമത് ഈ കുറേ നടന്ന് കഴിയുമ്പോഴത്തേനെ മൊത്തത്തിലൊരു വാമായി. കുറേ നടക്കാണ്ടല്ലോ. എനിക്കൊന്ന് ഫ്ലൈറ്റ് ചെറുതായതുകൊണ്ടേ ഇങ്ങനെ ലോങ് ബ്രിഡ്ജാ ഫ്ലൈറ്റിലോട്ട്. How's it going? Good. How are you doing today? Yeah, I'm good. Last night. ഗായ്സ്, ഇത് നമ്മളിപ്പം ഇത് ഫുള്ള് സെറ്റിലായി. ഇനി ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്തു നോക്കട്ടെ. ഗായ്സ്, ഇതിപ്പോൾ നമ്മൾ 4th റോയിലാണ് ഉള്ളത്. എന്നുവെച്ചാൽ ഫ്ലൈറ്റ് അവിടെ നിന്ന് ആൾക്കാരിങ്ങനെ കയറുവാണ്. അപ്പം കയറിയിട്ട് ആൾക്കാരിങ്ങനെ വന്ന് അല്ലേ, ആൾക്കാർ വന്നിരിക്കുന്നത് നല്ല സ്പേഷ്യസ് ആണ്. സീറ്റ് കണ്ടല്ലേ, ഇവിടെ കണ്ടില്ല, നല്ല കംഫർട്ടബിൾ ആണ്. ഫ്രണ്ടിൽ സ്ക്രീനൊക്കെ കുറച്ച് വലുതാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ലാംഗ്വേജ് ഒക്കെ സെലക്ട് ചെയ്യാം അല്ലേ. അത്യാവശ്യം സെറ്റപ്പാണ്. ഇവിടെ ഇതൊക്കെ ബുക്സൊക്കെ വെക്കാനുള്ളതും ലെഗ് റൂമൊക്കെ ഉണ്ടല്ലേ, ലെഗ് റൂമൊക്കെ അടിപൊളിയാണ്. ഇപ്പം നമുക്ക് ഇവിടെ കാലൊക്കെ നോക്കാം. പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്. ഈ സാധനങ്ങളല്ലേ, ഈ ബട്ടൺസ്, ഇതൊക്കെ ഇരിക്കി കഴിഞ്ഞാൽ ഇതുണ്ട്. ഇതൊക്കെ ലിഫ്റ്റ് ആണല്ലേ, താഴത്ത് നമുക്ക് ലിഫ്റ്റ് ആകാം. പിന്നെ തിരിച്ച് അതേപോലെ തന്നെ നമുക്ക് ചെയ്യാം. പിന്നെ ബാക്കോട്ട് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ബാക്കോട്ട് പോകുന്നുണ്ട് അല്ലേ. അപ്പം ഇത് അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ്. ഇനി അടുത്ത ഫ്ലൈറ്റിൽ നമ്മുടെ ഫുള്ള് നമുക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള സീറ്റാണ് അടുത്ത ഫ്ലൈറ്റിൽ. കാരണം അത് ട്രാൻസ് അറ്റ്ലാന്റിക് ഫ്ലൈറ്റ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആണ്. ഇതൊരു ഇവിടുത്തെ ഒരു നോർമൽ ബിസിനസ് ക്ലാസ് സീറ്റാണ്. അപ്പം അങ്ങനെയൊക്കെ ഇപ്പോൾ ഇവിടുന്ന് ഇതിൻ്റെല്ലേ, ഇതിൻ്റെ ടൈമൊക്കെ പറയുന്നുണ്ടല്ലേ. ഇത് സാൻ ഫ്രാൻസിസ്കോ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമും ലോഡായിട്ടില്ല. പിന്നെ നമുക്ക് 2 ഫുഡുണ്ട് ഈ ഫ്ലൈറ്റിൽ. അതിൽ സ്പെഷ്യൽ സെലക്റ്റഡ് മെനു ഒക്കെ ആയിരിക്കും. ഇത് ഞാനിപ്പം പെട്ടെന്ന് ബുക്ക് ചെയ്ത ഫ്ലൈറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിൽ സെലക്ട് ചെയ്യാൻ പറ്റിയില്ല. അടുത്ത ഫ്ലൈറ്റിൽ ശരിക്കും ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തെന്ന് പറഞ്ഞാൽ റിട്ടേൺ വരുന്ന ഫ്ലൈറ്റിൽ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഇതിന് നമുക്ക് നല്ല ഓപ്ഷൻസ് കിട്ടുമായിരിക്കും, അവൈലബിലിറ്റി ഒക്കെ പോലെ. കാരണം ഇത്രയും സീറ്റ്സ് അല്ലേ ഉള്ളൂ ആകെ. മൊത്തം എത്ര സീറ്റ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 8 × 2 16 സീറ്റ്സേ ഉള്ളൂ ആകെ ഈ ബിസിനസ് ക്ലാസ്സിൽ. ഗൈസ്, ഇതില്ലേ, ഇതിൽ അനൗൺസ്മെന്റ് ഒക്കെ നോക്കുക. അനൗൺസ്മെന്റ് ഫ്രഞ്ചിലൊക്കെ അനൗൺസ്മെന്റ്. കാരണം കാനഡയിലെ സെക്കൻഡ് മേജർ ലാംഗ്വേജ് ഫ്രഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു യൂസ് വരുന്നുണ്ട് അല്ലേ, ഫ്രഞ്ചൊക്കെ പറയുന്നത്. ഇംഗ്ലീഷും ഉണ്ട്, ഫ്രഞ്ചും ഉണ്ട്. ഇതില്ലേ, ഇവര് ഓർഡർ ചെക്ക് ചെയ്യുവാണ്. ഓർഡർ ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ പേര് വിളിക്കുവാണ്. പേര് വിളിച്ചിട്ട് ചോദിക്കുവാണ് എന്താണ് നമ്മൾ ഓർഡർ ചെയ്തത്, എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നൊക്കെ. കിടില്ല അല്ലേ. നമ്മുടെ പേര് ഓൾറെഡി അവർ നോക്കിയിട്ട് നമ്മൾ ഓർഡർ ചെയ്ത് കറക്റ്റ് ആണോ അതോ എന്താണ് ഓർഡർ ചെയ്യേണ്ടത്. ഹായ്, ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ എന്താണ് റൺവേയിലോട്ട് അപ്രോച്ച് ചെയ്യണം ഈ ഫ്ലൈറ്റിൻ്റെ അല്ലേ. ആ ഒരു ഫ്ലൈറ്റൊക്കെ ടേക്ക് ഓഫിന് ഇങ്ങനെ നിൽക്കുക. യുണൈറ്റഡിനൊക്കെ അപ്പുറത്ത് എന്താ ലുഫ്താൻസയാണെന്ന് വന്നത്. ഗൈസ്, ഇത് അത്യാവശ്യം നല്ല ലോങ് റൺവേ ആണോ. പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്രോസ് റൺവേ ആണ് അല്ലേ. അവിടെ നിന്നൊരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി,
അത് ഇതാണ് ടർക്കിഷ് എയർലൈൻസ് ആണ് അപ്പോൾ ക്രോസ് ഒരു ടേക്ക് ഓഫ് പോവും, ഇങ്ങോട്ടൊരു ടേക്ക് ഓഫ് വരും, ലാൻഡിങ്ങും വരാം. അപ്പോൾ അതിന് പോകാൻ വേണ്ടി ഇത് വെയിറ്റ് ചെയ്യണം. അല്ല, ഇതാണ് റൺവേ. അല്ല, അതൊരു ചെറിയ റൺവേ ആണ്, ചെറിയ ഫ്ലൈറ്റുകൾക്കുള്ള. മിക്കവാറും നമ്മൾ അതിലായിരിക്കും, കാരണം നമ്മുടേത് ചെറിയ ഫ്ലൈറ്റ് ആണ് ടെക്നിക്കലി. പറയാൻ പറ്റില്ല എങ്ങോട്ടാണ് പോകുന്നതാണ്. അതാണ് എയർപോർട്ട്, ആ കാണുന്നതാണ് എയർപോർട്ട് ടെർമിനൽസും കാര്യങ്ങളൊക്കെ. കാരണം അവിടെ ഒരു ജപ്പാൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് ഉണ്ട്, പിന്നെ ഇപ്പം എയർ ന്യൂസിലാൻഡിൻ്റെ ഒരു ഫ്ലൈറ്റ് ഇപ്പം വന്നു അവിടെ. ഇവിടെ അത്യാവശ്യം ഭയങ്കര കണക്ടിവിറ്റി ആയി ഈ എയർപോർട്ടിൽ. ഇതില്ലേ മറ്റേ സാൻ ഫ്രാൻസിസ്കോ സിറ്റീൻ്റെ ഒരു വ്യൂ ഒക്കെ കൊടുത്തു, അത്യാവശ്യം കിട്ടുന്ന ഒരു വ്യൂ ആണോ. Thank you. Can I offer you some bread? Oh yeah, thank you. For you? Yes, please. Anything else to drink? I'll just have that was the Ontario. Thank you. Wasn't too bad. No, Ontario has good I was a little wines. nervous. But, Oh, don't be nervous about Ontario. ഇത് നമ്മളിപ്പം ഓൾമോസ്റ്റ് മിഡിൽ കഴിഞ്ഞു അല്ലേ. ഇതിപ്പോൾ നമ്മൾ സ്റ്റിൽ US തന്നെയാണ്, ഡെൻവർ ഒക്കെ കഴിഞ്ഞ്. ഇതിപ്പം നോർത്ത് ഡക്കോട്ട ആ ഏരിയലിൻ്റെ സൈഡിൽ കൂടെയാണ് ദൂരം. ഇനിയിപ്പോൾ അധികം ഇല്ല, ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എനിക്ക് തോന്നുന്നു ലേക്ക് മിഷിഗണാണ് തോന്നുന്നത്, ഇത് ക്രോസ് ചെയ്തിട്ട് നമ്മൾ ടൊറൻറ്റോയിലിട്ടത്. ഓൾമോസ്റ്റ് ദയർ. Bienvenue à Toronto. Det är Bengt Alexander Överkamp. Nous vous prions de rester assis au bout de ceinture de sécurité pour clés et vos bagages rangés jusqu'à ce que la consigne des ceintures soit éteinte.
Merci. Have a good night. See you. Thank you. ഗൈസ് നമ്മൾ ടൊറൻറ്റോ എത്തി കേട്ടോ. ടൊറൻറ്റോ എത്തി. നമ്മുടെ ഫ്ലൈറ്റ് അവിടെ സൈഡിലുണ്ട്. ഒരു 8-ന്റെ പണി കിട്ടി. എന്നാ പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലൈറ്റ്, അടുത്ത ഫ്ലൈറ്റ് അല്ലേ ഈ മാഞ്ചസ്റ്ററിലോട്ടുള്ളേ, അത് ഡിലേ ആയിപ്പോയെന്നേ. അപ്പോൾ അത് എന്ന് വെച്ചാൽ വഴി വെച്ച് എനിക്ക് അലർട്ട് കിട്ടിയേ. അപ്പോൾ അത് ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ എനിക്ക് ഒന്ന് 10 മണിക്കെങ്ങാണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്, ഇവിടുത്തെ രാത്രി. അതിന് പകരം ഇപ്പോൾ അത് രാത്രി 1 മണിക്കായി. 1 മണിക്കോ അങ്ങനെ ഒരു 3 hour ഡിലേയോ അങ്ങനെയാണ്ടാണ്. അപ്പം കുറച്ചൊരു പണി കിട്ടിയിരിക്കുവാണ്. അപ്പം എന്തായാലും കണക്ഷൻസിന് അങ്ങോട്ട് പോവാണ് ഞാൻ. ഇപ്പം നേരെ പോയി കഴിഞ്ഞാൽ കണക്ഷൻസാണ്. കണ്ടല്ലേ ഇങ്ങനെ ആരോ മാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതൽ വിശേഷം ഞാൻ കുറച്ചുകൂടെ ചെന്നിട്ട് പറയാം. ഇതില്ലേ കണക്ഷൻസിന് വേണ്ടിയിട്ട് ഞാൻ കുറേ നേരം നടക്കുന്നു കേട്ടോ. ഭയങ്കര ഒരു നാരോ റൂട്ടാണ്. എനിക്കൊന്ന് ഇങ്ങനെ ഗൈഡ് ചെയ്ത് കണക്ഷൻസ് എന്ന് പറഞ്ഞ് കണക്ഷൻസും അറൈവൽസ് സെയിം ആണ്. എന്ന് വെച്ചാൽ നമ്മൾ എയർപോർട്ടിന് പുറത്തിറങ്ങുന്നതെല്ലാം സെയിം റൂട്ടാണ്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അധികം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുറേ ഒരു ടണലിൽ കൂടെ നടക്കുവാണ്. നമ്മളിപ്പോൾ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഇ ആണെന്നാണ് പറയാം. ഇയോ എഫ് ആണ്. നമ്മൾ ഇയിലോട്ട് പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം കുറച്ചൊരു ഡിഫറെൻ്റ് ആണ് ഈ എയർപോർട്ടിൻ്റെ ഒരു സ്റ്റൈല്. കാരണം എനിക്ക് തോന്നുന്നു ഇവിടെ കുറേ വലിയ എയർപോർട്ടായിരിക്കുമേ. ഇതിപ്പോൾ ചിലപ്പോൾ നമ്മൾ അടി കൂടെ ആയിരിക്കും പോകുന്നത്. മുകളിൽ കൂടെയൊക്കെ ചിലപ്പം വല്ല റൺവേയോ അങ്ങനെയൊക്കെ ആയിരിക്കും, ഒന്നും പറയാൻ പറ്റില്ല. മിക്കവാറും ഈ എന്ന് പറഞ്ഞ സ്ഥലത്തോടാണ് ഇപ്പം പോകേണ്ടത്. എൻ്റെ അമ്മു, ഹയ്യാ നടന്ന് ചാവും വായി. അയ്യോ പണി കിട്ടി. ഞാൻ വിചാരിക്കാതെ ഇപ്പം എൻ്റെ വൈഫ് 2 പിള്ളേരെയും കൊണ്ടാണ് ഈ സെയിം ഫ്ലൈറ്റിലാണ് പോയത്. അപ്പോൾ അവർ ശരിക്കും നടന്നേ ലെവലായിട്ടുണ്ടാവും. അറ്റ്ലീസ്റ്റ് ഞാനിപ്പം വിചാരിക്കുക ഞാൻ അവരെ കൂട്ടാനെങ്കിലും പോകുന്നേ. കാരണം 2 പിള്ളേരെ വെച്ചൊക്കെ ഞാൻ ഒരു കൊച്ചിനെ വെച്ച് ഞാനിങ്ങനെ ട്രാവൽ ചെയ്യാമെന്ന് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് ചലഞ്ചിങ്, ഭയങ്കര ചലഞ്ചിങ് കേട്ടോ. ഇങ്ങോട്ടൊരു ഇതുപോലും ഇല്ല. തിരിച്ചു വരാൻ മറ്റേ സാധനമുണ്ട്, കണ്ടില്ലേ? ഇതിനെന്താ പറയുന്നത്, മറ്റേ ഫ്ലാറ്റ് ആയിട്ടുള്ള എസ്കലേറ്റർ സാധനമില്ലേ, ആ സാധനമുണ്ട്. പക്ഷെ അങ്ങോട്ട് നമുക്ക് ഇല്ല. ഇവിടെ ഈ കാനഡയിൽ കുറേ ഇന്ത്യൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അധികം നമ്മുടെ നാട്ടുകാരൊന്നും കാണുന്നില്ല കേട്ടോ. ശരിക്കും എനിക്ക് വന്ന് കുറച്ച് വർക്കേഴ്സും അങ്ങനെയൊക്കെ കണ്ടായിരുന്നു അവിടെ ഞാൻ ഇറങ്ങിയ സമയത്ത്. കുറച്ചൊക്കെ ആൾക്കാരെ കാണുന്നുണ്ട്. എന്തായാലും പിന്നെ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ, ഇനി ഈ ഒരു മറ്റേ ബിസിനസ് ലോഞ്ചിൽ കയറിയിട്ട് ഒന്ന് കിടന്നൊക്കെ ഒന്ന് പറ്റുമെങ്കിൽ ഉറങ്ങിയാലോന്നുണ്ട്.